വിശുദ്ധരെ ചേർത്തിടുവാനാ മണവാളൻ വെളിപ്പെടുന്നേ. സങ്കേതമായവൻ, കോട്ടയായവൻ, നിന്നിൽ മാത്രം ചാരിടുന്നു ഞാൻ. ദൂതർക്കാഹളങ്ങൾ നീക്കിടും നേരം പ്രിയനത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനത്തു ഞാനും പാടുമേ. ദൂതർക്കാഹളങ്ങൾ നീക്കിടും നേരം പ്രിയനത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനത്തു ഞാനും പാടുമേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശ്വാസഗോളത്തിൽ സാധാരണ കേൾക്കുന്ന ചോദ്യമാണ്, രക്ഷിക്കപ്പെട്ടതാണോ വീണ്ടും ജനനം പ്രാപിച്ചതാണോ? വീണ്ടും ജനനം അനുഭവമാക്കുന്നത് എങ്ങനെയാണ്? 1 പത്രോസ് 1:3 ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട്. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവൻ, അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം ആണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. 1 പത്രോസ് 1:23 ഇത് ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായി ദൈവവചനത്താൽ ആണ് വീണ്ടും ജനിപ്പിക്കുന്നത്. ദൈവം തൻ്റെ വചനത്താൽ ആണ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത്. യാക്കോബ് 1:18 പറയുന്നത്, അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ കയ്യാൽ മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി ഏദൻ തോട്ടത്തിൽ ആക്കി. എങ്കിലും മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയി. പാപത്തിൻ്റെ ഫലമായി മനുഷ്യൻ മരണത്തിൻ്റെ അധീനതയിൽ ആയിത്തീർന്നു. ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്ത് പുതു സൃഷ്ടിയാക്കിയത് യേശുക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ട ദൈവവചനമാണ്. ദൈവവചനം നമ്മിൽ ക്രിയ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുതിയ അനുഭവമാണ് മാനസാന്തരം അഥവാ വീണ്ടും ജനനം. ദിനംതോറുമുള്ള ദൈവവചന ധ്യാനത്തിൽ കൂടി ദൈവം നമ്മോട് ഇടപെടുകയും പഴയ ജീവിതശൈലിയിൽ നിന്ന് പുതിയ ജീവിത അനുഭവത്തിലേക്ക്, അതായത് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദിനംതോറുമുള്ള ദൈവവചന ധ്യാനത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. എന്തുകൊണ്ട് വീണ്ടും ജനനം പ്രാപിക്കണം അഥവാ രക്ഷിക്കപ്പെടണം? 1 പത്രോസ് 1:5 പറയുന്നത്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശം പ്രാപിപ്പാനാണ് വീണ്ടും ജനിപ്പിക്കുന്നത്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം ഒരിക്കലും ക്ഷയിച്ചു പോകില്ല. സ്വർഗത്തിലെ അവകാശം അവിടെ എപ്പോഴും സുരക്ഷിതമാണ്. യാതൊരു ശക്തിക്കും ആ അവകാശം നശിപ്പിക്കുവാൻ കഴിയില്ല. മത്തായി 16:18 പറയുന്നത്, പാതാള ഗോപുരങ്ങൾ അതിനെ പിടിച്ചടക്കുകയില്ല. മറ്റ് മരത്തിലുള്ള ഈ ലോകത്തിൽ നിന്നും വ്യത്യസ്തമായി സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുന്ന അനുഭവമാണ് സ്വർഗത്തിൽ ലഭിക്കുന്നത്. ആ അനുഭവം പ്രാപിപ്പാൻ വീണ്ടും ജനനം പ്രാപിച്ചേ മതിയാകും. വീണ്ടും ജനനം അഥവാ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് എങ്ങനെ അറിയാം? പത്രോസിൻ്റെ ലേഖനത്തിൽ തിരിച്ചറിയുന്നതിനുള്ള 2 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ലക്ഷണം അവരിൽ ഉള്ള പ്രത്യാശ, അതായത് വരുവാനുള്ള കൃപയിലുള്ള പൂർണ്ണ പ്രത്യാശയാണ് 1 പത്രോസ് 1:13 പറയുന്നത്. ആ പ്രത്യാശ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയമോ വാട്ടമോ മാലിന്യമോ ഏശാത്ത അവകാശം കൃപയാൽ പ്രാപിക്കും എന്ന നിശ്ചയമാണ്. കൃപ എന്നത് ദൈവസ്നേഹത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ദാനമാണ്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം ദൈവസ്നേഹം അനുഭവിക്കുന്നു. എങ്കിലും ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമന നാളിൽ ആണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾക്കോ പീഡനങ്ങൾക്കോ ഒന്നും നമ്മളുടെ പ്രത്യാശയെ തകർക്കുവാൻ കഴിയില്ല. കർത്താവിൻ്റെ പുനരാഗമന നാളിൽ സ്വർഗത്തിൽ എനിക്കായി സൂക്ഷിച്ചിരിക്കുന്ന അവകാശം പ്രാപിക്കും എന്ന നിശ്ചയമാണ് ഈ പ്രത്യാശ.
ഈ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ നാം വീണ്ടും ജനനം പ്രാപിച്ചവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. രണ്ടാമത്തെ ലക്ഷണം അവരിൽ ഉള്ള വിശുദ്ധ ജീവിതം ആണ്. 1 പത്രോസ് 1:15 ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വിധത്തിലുമുള്ള മലിനതയിൽ നിന്നും വേർതിരിക്കപ്പെട്ടിരിക്കുന്ന അനുഭവമാണ് വിശുദ്ധി. നമ്മുടെ സ്വർഗീയ പിതാവ് വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരായിരിക്കണം. രാജാവിൻ്റെ ഭോജനം കൊണ്ട് തങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല എന്ന് തീരുമാനമെടുത്ത 4 യുവാക്കന്മാർ നമുക്ക് മാതൃകയായിരിക്കണം. ദാനിയേൽ 1:8. പുകവലിയും ലഹരി വസ്തുക്കളും മദ്യപാനവും അധാർമിക പ്രവൃത്തികളും മാത്രമല്ല നമ്മെ അശുദ്ധരാക്കുന്നത്. നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളും നമ്മെ അശുദ്ധമാക്കും. അതുകൊണ്ട് നമ്മുടെ വായി കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. നമ്മുടെ നാവ് ഒരു തീയാണ്. യാക്കോബ് 3:5. നാവ് നമ്മുടെ ദേഹത്തെ മുഴുവൻ മലിനമാക്കും. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് അനീതി പ്രവൃത്തികളാൽ ദൈവം വസിക്കുന്ന ശരീരത്തെ മലിനമാക്കാതെ വിശുദ്ധരായിരിക്കണം. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ മന്ദിരമായി നമ്മളുടെ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നവരാണോ നാം? പൂർണ്ണ വിശുദ്ധിയിൽ ജീവിക്കുന്നുവെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടവരും വീണ്ടും ജന്മം പ്രാപിച്ചവരും ആണ്. നമ്മളുടെ പ്രത്യാശയും ജീവിത വിശുദ്ധിയുമാണ് വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ്. കർത്താവേ, വിശുദ്ധിയിൽ വളർന്ന് അവിടുത്തെ പുനരാഗമനത്തിൽ അവകാശമായി നൽകുന്ന സ്വർഗനിക്ഷേപം പ്രാപിക്കുമെന്ന പ്രത്യാശയോടെ ഓട്ടം ഓടുവാൻ എന്നെ ഒരുക്കണമേ. ആമേൻ. പാപഭാരം കർത്തൻ ക്രൂശിലേറ്റതാ, ഭാഗ്യവാനായി എന്നും വസിപ്പാൻ. ഭാവസന്തോഷം എന്നുള്ളിൽ തന്നതാ, പുതുഗീതം പാടിടുവേ ഞാൻ. ദൂതക്കാഹളങ്ങൾ വീട്ടിടും നേരം പ്രിയമത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ